കരുണയുടെ പ്രതിരൂപങ്ങൾ. ഏറെ ആളുകൾ തിങ്ങിക്കൂടിയ ബസ് സ്റ്റോപ്പിൽ ബസ് വന്നു നിന്നു. പിറകിലെ സീറ്റിൽ നിന്നും ജനാലയിലൂടെ തല പുറത്തേക്കിട്ടുകൊണ്ട് ആ പാകിസ്ഥാനി കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു, 6 പേർ മാത്രം, ബസ്സിൽ സ്ഥലമില്ല. കൃത്യം 6 പേരെ എണ്ണിക്കയറ്റി ബസ് മുന്നോട്ടു പോകാൻ ബെല്ലടിച്ചതിനു ശേഷം ആ കണ്ടക്ടർ പുറത്ത് ബാക്കി വന്ന യാത്രക്കാരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം, എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സ്ഥലമുണ്ട്, എന്നാൽ ബസ്സിനകത്ത് തീരെയില്ല. ഒത്തിരിയേറെ ചിരിക്കുന്ന മുഖങ്ങളെ അവിടെയാക്കി അയാൾ പുറപ്പെട്ടു. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിലല്ല, എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഈ ഒരു ചിന്ത അന്വർത്ഥമാക്കുന്ന ഒത്തിരി നല്ല മനസ്സുകൾ തങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വ്യത്യസ്തത പുലർത്തുന്നവർ. മദർ തെരേസ പറഞ്ഞതുപോലെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ സ്നേഹത്തോടെ ചെയ്യുന്നവർ. കണ്ണൂർ രൂപതയുടെ വിമല ഹൃദയ മെഡിക്കൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനുമായി സ്ഥാപിതമായ ഹോളി മൗണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി നന്മ നിറഞ്ഞവരുടെ കരുണയിലാണ് മുന്നോട്ട് പോകുന്നത്. ഉള്ളതിൽ നിന്നും ഒരു ചെറിയ വിഹിതം മാറ്റിവെക്കുന്ന കരുണയുടെ പ്രതിരൂപങ്ങൾ. അക്കൂട്ടത്തിൽ വ്യത്യസ്തരായ ഒരു പറ്റം മനുഷ്യരുണ്ട്. സൗഹൃദത്തിൻ്റെ കൂടെ കാരുണ്യ പ്രവൃത്തികളിലും ഏർപ്പെട്ടിരിക്കുന്നവർ. കണ്ണൂർ ഇരിട്ടി റൂട്ടിൽ ബസ് സർവീസ് നടത്തുന്ന ഹരിശ്രീ ബസ് ഉടമയായ അനീഷേട്ടനും മാനേജർ കുട്ടപ്പായിയും ബസ്സിലെ സഹപ്രവർത്തകരും വളരെ യാദൃശ്ചികമായാണ് ഹോളി മൗണ്ടിലേക്ക് കടന്നു വന്നത്. നിങ്ങൾ അതിഥികളെ പോലെ കടന്നു വരിക, കുടുംബാംഗങ്ങളായി മടങ്ങുക എന്ന ഹോളി മൗണ്ടിൻ്റെ സന്ദർശകർക്കുള്ള ആപ്തവാക്യം ഹരിശ്രീ ബസ്സുകാരുടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ സംഭവ്യമായി. കഴിഞ്ഞ 2 വർഷക്കാലത്തോളമായി ഹോളി മൗണ്ട് കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ സ്ഥാപനത്തിൻ്റെ ഏതൊരാവശ്യത്തിനും ഓടിയെത്തുന്നവരായി ഹരിശ്രീക്കാർ മാറി. ഓണം, ക്രിസ്മസ്, ഈദ് എന്നിങ്ങനെ എല്ലാ ആഘോഷങ്ങൾക്കും ഹോളി മൗണ്ടിലെ താമസക്കാർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കുകയും പരിപാടികൾ സംഘടിപ്പിച്ചും അവർ ഹോളി മൗണ്ടിനെ കരുതലോടെ ചേർത്ത് നിർത്തി. 2005 സ്ഥാപിതമായ ഹോളി മൗണ്ടിൽ അന്ന് മുതൽക്കേ ഇവിടെ ആയിരിക്കുന്ന കുറച്ചു താമസക്കാർക്കടക്കം പിന്നീട് വന്നു ചേർന്നവരൊന്നും തന്നെ വളരെ അത്യാവശ്യ ആശുപത്രി കാര്യത്തിനോ മറ്റ് മെഡിക്കൽ ചെക്കപ്പിനോ അല്ലാതെ പുറത്തു പോകാത്തവരാണ്. ഒരു ദിവസം എല്ലാവരും കൂടി ഒന്ന് പുറത്തു പോകണം എന്ന ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. ഒരു പരിപാടിക്കിടയിൽ അനീഷേട്ടനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, ഒരു ബസ്സും ജീവനക്കാരെയും വിട്ടുതരാം, എല്ലാ ചെലവും ഹരിശ്രീ നോക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ വീൽ ചെയർ അടക്കം ബസ്സിൽ കയറ്റി അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും എല്ലാവരെയും കൂട്ടി ഒരു ദിവസത്തെ വിനോദയാത്രയ്ക്ക് പോയി. ലോകത്തെ അറിയാത്ത ഒരു പറ്റം മനുഷ്യർ പുറം ലോകത്തിൻ്റെ മനോഹാരിതയും പ്രകൃതിയുടെ ഭംഗിയുമൊക്കെ കണ്ട് നിറഞ്ഞ കണ്ണുകളോടെ ആനന്ദ നിർവൃതിയിൽ ആറാടിയത് കണ്ടപ്പോൾ ഇനി എത്ര ദൂരം വേണമെങ്കിലും എത്ര ദിവസത്തേക്കാണെങ്കിലും ഹരിശ്രീയുടെ ബസ്സുകളും ജീവനക്കാരും എപ്പോൾ വേണമെങ്കിലും ഹോളി മൗണ്ടിലെ താമസക്കാരെയും കൊണ്ട് യാത്ര പോകാൻ തയ്യാറാണെന്ന് അനീഷേട്ടൻ പിന്നീട് വിളിച്ചു പറഞ്ഞു. ഹോളി മൗണ്ടിലെ താമസക്കാരുടെ മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു അത്. ഹരിശ്രീയോട് ചേർന്നും അല്ലാതെയും ഹോളി മൗണ്ടിനെ ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട മുജീബ് ബായിയും ടീം കാഞ്ഞിരോടും ചെയ്യുന്ന പ്രവൃത്തികൾ ചെറുതല്ല. വിശേഷ ദിവസങ്ങളിൽ നല്ല ഭക്ഷണം ആരും നൽകാൻ തയ്യാറായില്ലെങ്കിൽ ഒരു മടിയും കൂടാതെ വിളിക്കാൻ പറ്റുന്ന വ്യക്തിത്വമാണ് മുജീബ് ബായ്. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുജീബ് ബായും ടീം കാഞ്ഞിരോടിലെ സഹോദരങ്ങളും എപ്പോഴും ഓടാൻ സജ്ജരായി നിൽക്കുന്നവരാണ്. ഹോളി മൗണ്ടിനെ ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിലെ നിർധനരായവരെ സഹായിക്കാനും രോഗികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും പാവപ്പെട്ട കുട്ടികളുടെ വിവാഹങ്ങൾ നടത്തിക്കൊടുക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങുന്നവരാണ് ഇവരെല്ലാവരും. അവരനു വേണ്ടി നിലകൊള്ളാനും കരുതലേകാനും തങ്ങളുടെ സമയവും ആരോഗ്യവും സമ്പത്തും മാറ്റിവെക്കാനും തയ്യാറാകുന്ന
ഹരിശ്രീക്കാരെ പോലെയും ടീം കാഞ്ഞിരോടിനെ പോലെയുമുള്ള നല്ല മനസ്സുകൾ ഉള്ളിടത്തോളം കാലം അശരണരും ആലംബഹീനരുമായ ഒത്തിരി മുഖങ്ങളിൽ പുഞ്ചിരി നിലനിൽക്കും. ഏവർക്കും മാതൃകയായ ഇവരെ പോലെ കരുണയുടെ പ്രതിരൂപങ്ങളാകാൻ നമുക്കും സാധിക്കട്ടെ.